ഇന്ന് നമ്മൾ നൈറ്റ് സ്കിൻ കെയറിനെ പറ്റി ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമ്മൾ അതിനെപ്പറ്റി നോക്കാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ വെളിയിൽ പോവും, സ്കൂളിലേക്ക് ഇപ്പോൾ കുട്ടികളിലേക്ക് വിടാൻ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ ആവുകൊണ്ട് നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ വിണ്ട് കയറലും അതുപോലെ മുഖമൊക്കെ നല്ല ഡസ്റ്റൊക്കെ അഴിഞ്ഞ് നല്ല കറുത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ഏതുപോലെ സ്കിന്ന് നന്നായിട്ട് നല്ല ഗ്ലോയിങ് പോലെ വെക്കാനും അതുപോലെ ഏതുപോലെ നമ്മൾ സൂക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ അതിനെ കാണിച്ചു തരാവേ. ഞാനിതൊന്ന് ഇട്ടേക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഓയിൽ മസാജാണ് യൂസ്. ഇത് ബദാം ഓയിലാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കുക. നിറയെ വേറെ ബോട്ടിൽ ഉണ്ടായി, അതിപ്പോൾ എനിക്ക് ഇത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചേക്കുക. നമ്മൾ എണ്ണ ഇച്ചിരി നന്നായിട്ട് കൈൻ്റെ അകത്ത് ഇങ്ങനെ നന്നായിട്ട് തേച്ചിങ്ങനെ ഒരു വാം അപ്പ് ആക്കിയിട്ട് മുഖത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ചിലർക്ക് ഇങ്ങനെ ചിന്നൊക്കെ തൂങ്ങിയിട്ടുണ്ടാവില്ലേ, ഇവിടെ ഫേസിനെക്കാളും ഇവിടെ ചിലവർക്ക് ഇവിടെ തൂങ്ങിയിട്ടുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ ഒരു 4-5 പ്രാവശ്യം എന്നും ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുമ്പോൾ വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ ആണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ എന്നും ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു ഇച്ചിരി എണ്ണ എടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ അങ്ങനെ ഇവിടെ ഒരു പ്രഷർ പോയിന്റ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പതുക്കെ പ്രസ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇവിടെ മൂക്കിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് എഡ്ജിൽ പോയിട്ട് ലൈറ്റ് ഇങ്ങനെ പ്രഷർ കൊടുക്കണം. ചിലർക്ക് ഈ കണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ ചുളിവും അതുപോലെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടാവേ, അത് ലൈറ്റായിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കണം. ഇങ്ങനെ മസാജ് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ ഈ താഴത്തെ ചുളിവൊക്കെ മാറിക്കിട്ടും. അതുപോലെ ഇങ്ങേ വശത്തും മൂക്കിന്റെ ഭാഗത്തായിട്ട് എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ ഒരു വര പോലെ ചുളിവുണ്ടാവേ, അത് മാറ്റാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കുക. ഒരു 3 പ്രാവശ്യം കൊടുത്താൽ മതി. അതേപോലെ ഈ ഭാഗത്തും. പിന്നെ ചിലവർക്കെല്ലാം ഇങ്ങനെ തൂങ്ങി കിടപ്പില്ലവേ, ഇത് ലൈറ്റായിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കാം. പിന്നെ നമ്മുടെ മൂക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ഫോർഹെഡിന്റെ ഈ സൈഡിൽ ഐബ്രോസിന്റെ നടുക്കായിട്ട് ചിലർക്ക് ഇങ്ങനെ ചുളിവുകൾ ഉണ്ടാവേ, പിന്നെ ഒരു ലൈനും ഉണ്ടാവും. ഇതുപോലെ ഫോർഹെഡിന്റെ ഭാഗത്ത് നമുക്കിങ്ങനെ ലൈറ്റായിട്ട് മസാജ് കൊടുക്കും. ഒരു 5 മിനിറ്റ്സ് ചെയ്താൽ മതി. എന്നും കണ്ണിന്റെ ചുറ്റും ഇതുപോലെ ലൈറ്റായിട്ട് മസാജ് കൊടുക്കണം. എന്നിട്ട് ഐബ്രോസിന്റെ നടുക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ലൈറ്റ് മസാജ് ഐബ്രോസിന് കൊടുക്കുക.
പിന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഐബ്രോ ചിലർക്ക് ഇവിടെ ഇങ്ങനെ തൂങ്ങിയ പോലെ ഉണ്ടാവും ഒരു. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കുക കണ്ണിന്റെ അടുത്ത്. അതേപോലെ ഈ ഭാഗത്ത്. ഇത് കഴുത്തിന്റെ അടുത്ത് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കും ഈ ഭാഗത്ത് ഇങ്ങനെ. ഇത് ചെറുതായിട്ട് ഇങ്ങനെ ടാപ്പിംഗ് ചെയ്യുക. അപ്പോൾ ഓയിൽ മസാജ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ്സ് വിട്ടിട്ട് നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഇതെൻ്റെ ലോട്ടസ് ആണ്, ലോട്ടസ് ഫേസ് വാഷ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളത് നിങ്ങൾ യൂസ് ചെയ്യണത് അതിന് ചെയ്താൽ മതി. ഞാനിത് ഒത്തിരി വർഷത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ മുഖത്ത് പാടുകളും പുള്ളികളെല്ലാം ഇത് തേച്ച് കൊടുക്കുന്നതെല്ലാം മാറി. എനിക്ക് പിമ്പിൾസ് വരാറില്ല. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതുപോലെ നല്ല ഗ്ലോ ഉണ്ടാവും ഫേസിൽ. പിന്നെ ചിലർക്ക് ഈ പിഗ്മെന്റേഷൻ ഒന്നും വരത്തില്ല. ഇത് ലോട്ടസ് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും, നമുക്ക് വെളിയിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ നമുക്കിപ്പോൾ കുറച്ച് കളഞ്ഞേക്കാം. നമ്മുടെ ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, ഫേസ് വാഷും കഴിഞ്ഞു. അപ്പൊ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ മേളിൽ ഇത് റോസ് വാട്ടർ ആട്ടോ, ഇതിന്റെ സ്പ്രേ ചെയ്യാൻ പോകും ഞാൻ. ഒരു 5 മിനിറ്റ്സ് വിടണേ. അതായത് ഡ്രൈ ആയിക്കോളും. ഇത് എൻ്റെ ഡാബറിന്റെ ആണ്. റോസ് വാട്ടർ എല്ലാം നല്ല കമ്പനിയാണ്, ഏതെങ്കിലും നോക്കി മേടിക്കുക. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് വാങ്ങിച്ചത്. ഇത് നല്ല ഗ്ലോയും ഉണ്ട്.
ഞാൻ നോർമലായിട്ട് ഡാബറിന്റെ മേടിക്കുമായിരുന്നു. ഇത് സ്പ്രേ ചെയ്ത് ആദ്യമായിട്ട് മേടിച്ചത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ മോയ്സ്ചറൈസർ വേണമെന്നുണ്ടെങ്കിൽ പുരട്ടിയാൽ മതി, ഇല്ലെങ്കിൽ അതിനെ വിട്ടേക്കാം. ബട്ട് എനിക്ക് ലോട്ടസിന്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, അപ്പം ഞാനിതിന് പരട്ടും. ഇത് ലോട്ടസിന്റെ ആണ്, നൈറ്റ് മോയ്സ്ചറൈസർ ആണ്. നിങ്ങൾക്ക് എവിടെ നമുക്കിത് മേടിക്കാൻ കിട്ടും വെളിയിൽ. ഇത് ഓൺലൈനിലും കിട്ടും. നമ്മൾ എന്ത് ക്രീം പരട്ടുമ്പോഴും നമ്മുടെ ചെവിയും നമ്മുടെ അതുപോലെ നെക്കിനൊക്കെ തേക്കാൻ നോക്കണം. ഓക്കെ, ഇപ്പൊ മോയ്സ്ചറൈസർ ആയി. അത് കഴിഞ്ഞൊരു ഇത് കാസ്റ്റർ ഓയിലാണ്, നമ്മുടെ അവണക്കെണ്ണ എന്ന് പറയത്തില്ലേ, അതാണ്. ഞാൻ ഇതുപോലെ ഡ്രോപ്പറിൽ ഒഴിച്ച് വെച്ചേക്കുവാണ്. ഇപ്പൊ ചിലർക്ക് ഇത് കണ്ണിന്റെ അടിയിൽ ഒരു ഇച്ചിരി ചെറുതായിട്ടൊരു തടുപ്പ് പോലെ ഉണ്ടാവും. അതുപോലെ ഇത് നമുക്ക് പരട്ടി കൊടുത്താൽ ഒരു ഒരു 3 ദിവസത്തിൻ്റെ അകത്ത് നമ്മുടെ ഈ അധികം തടിപ്പൊന്നും കാണത്തില്ല. എനിക്ക് ഉണ്ട് ചെറുതായിട്ടെന്ന് വെച്ചാൽ എനിക്ക് ഈ തൈറോയ്ഡ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് പോകുന്നില്ല. പിന്നെ എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ടേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് രാത്രി കിടക്കുന്ന സമയത്ത് ഈ ഫാനിന്റെ കാറ്റൊക്കെ കണ്ടുകൊണ്ടിട്ട് എനിക്ക് ഇവിടെ ഇച്ചിരി ഇങ്ങനെ തടിപ്പുണ്ടാവും. ബട്ട് ചിലവർക്ക് ഉണ്ടാവത്തില്ല. ഉള്ളവര് ഇത് യൂസ് ചെയ്യാം. അതുപോലെ ഐബ്രോസ് നന്നായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ്. അപ്പൊ ഐബ്രോസിലേക്കും ഇവിടെ പരട്ടിയിട്ട് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കുക. അതുപോലെ ഐബ്രോസിനും നന്നായിട്ട് പരട്ടിക്കൊള്ളു. അപ്പോൾ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ കാണുക. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ചാനലിനെ പറ്റി പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണേ. താങ്ക് യു.